പോണ്ടിച്ചേരിയിലെ ലാസ്റ്റ് ഡേ രാവിലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് പാർസൽ വാങ്ങി അകത്താക്കി. പെട്ടെന്നുണ്ട് കൂട്ടത്തിൽ ഒരാളുടെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ PG റിസൾട്ട് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നീടുള്ള ടെൻഷൻ എന്താന്ന് പറഞ്ഞറിയിക്കണം. അഥവാ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ പിന്നെ അത് ഒന്നും പഠിക്കൊന്നും വേണ്ടപ്പ തെണ്ടിത്തിരിഞ്ഞ് ഇങ്ങനെ നടന്നാൽ മതി. ഇതായിരിക്കില്ല കേൾക്കേണ്ടി വരാ. പക്ഷെ ആള് സൂപ്പറാ, കക്ഷിയാണ് ക്ലാസ് ടോപ്പർ. എനിവേ ലാസ്റ്റ് ഡേ അൺഎക്സ്പെക്ടഡ്ലി നമ്മൾ 4 പേരും ഒരേ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. 4 അല്ല 4.5. കാണുമ്പോ പറഞ്ഞിട്ടിട്ടതാണ് എനിക്ക് തോന്നും, പക്ഷെ അല്ല. ട്രസ്റ്റ് മീ, ദിസ് വാസ് അൺഎക്സ്പെക്ടഡ്. അതികഠിനമായ വെയിലാണ്, അതുകൊണ്ടാണ് ഈ ഒരു ടെററിസ്റ്റ് ലുക്ക് പിടിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും പോയ ഒരു സ്പോട്ട് കാണണ്ടേ? അതെ, ഫ്രഞ്ച് കോളനി. നല്ലൊരു ഫോട്ടോയും വീഡിയോയും കിട്ടാത്തതിന്റെ വിഷമം നമ്മളെ വല്ലാണ്ട് അലട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ തലേ ദിവസം പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഫ്രഞ്ച് കോളനിയിൽ ഒന്നുകൂടെ പോയി വിസിറ്റ് ചെയ്യാന്നുള്ളത്. എന്നിട്ട് ഗംഭീരമായ ഫോട്ടോസ് കിട്ടിയോ എന്ന് ചോദിച്ചാ ഇല്ല, പക്ഷെ ഒപ്പിക്കാനുള്ളത് കിട്ടി. പോരാത്തതിന് നമ്മുടെ അരപ്പുരുഷൻ കുറച്ചധികം ചൊറയായിരുന്നു. 3rd ഡേ ആകുമ്പോഴേക്കും അവന്റെ ക്ഷമ പൂർണ്ണമായും നശിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ റൂമിലേക്ക് വിട്ടു, കാരണം ചെക്ക് ഔട്ട് ടൈമും അടുത്തു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് പോണ്ടിച്ചേരിയോട് ബൈ ബൈ പറയാൻ ടൈമായി. തിരിച്ച് നാട്ടിൽ പോകുന്നതിൽ ഏറ്റവും സന്തോഷം ദാ ആ മുന്നിൽ പോകുന്ന കടുകുമണിക്കാണ്. അങ്ങനെ ഒരു ഊബർ ബുക്ക് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷൻ പിടിച്ചു. പോണ്ടിച്ചേരിയിലേക്കുള്ള യാത്ര വളരെ ലക്ഷൂറിയസ് ആയിരുന്നു എങ്കിൽ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര വളരെ പരിതാപകരമായിരുന്നു. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അത് മാറി മാറി RAC ആയി. അതെ, 2 പേര് ഒരു സീറ്റിൽ കിടക്കണം. നമ്മൾ ഓക്കെ ആണെങ്കിലും ഈ കടുകുമണീനെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു ടെൻഷൻ. ബട്ട് അവൻ ഞെട്ടിച്ചു. ബസ്സിനെക്കാട്ടിലും അവൻ ഇഷ്ടപ്പെട്ടത് ട്രെയിനായിരുന്നു. രാത്രിയിലേക്കുള്ള ഫുഡ് കയറിയപ്പോ തന്നെ സ്വിഗ്ഗിന്ന് ഓർഡർ കൊടുത്തു. തൃച്ചി സ്റ്റോപ്പും കൊടുത്തു. കറക്റ്റ് ടൈം തന്നെ അവര് ഡെലിവർ ചെയ്തു. ഫുഡ് കഴിച്ച് കിടക്കാനുള്ള ഒരു സെറ്റപ്പിലേക്ക് പോകുമ്പോഴാണ് TT വന്ന് പറയുന്നത്, മറ്റു കമ്പാർട്ട്മെന്റിൽ സീറ്റ് കുറച്ച് വേക്കന്റ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ തരാമെന്ന്. കണ്ണുപൂട്ടി നമ്മൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും സുഖസുന്ദരമായി കിടന്നുറങ്ങി. ഒരു 7:30 ആകുമ്പോഴേക്കും കണ്ണൂരെത്തി. വണ്ടി എടുക്കുന്നു, നേരെ വീട്ടിലേക്ക് വിട്ടു. ഒരുപാട് നാളുകളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരുന്നു ഇങ്ങനെ ഒരു ഗേൾസ് ട്രിപ്പ്. ഡിസ്കഷൻസിൽ മലേഷ്യയും തായ്ലൻഡ് ഒക്കെ ആയിരുന്നെങ്കിലും ഫൈനൽ ആയത് പോണ്ടിച്ചേരിയാണ്. വെൽ പ്ലാനിങ്ങിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഗേൾസ് ഉള്ളി ആയതുകൊണ്ടും ആദ്യത്തെ ഒരു ട്രിപ്പ് ആയതുകൊണ്ടും പെപ്പർ സ്പ്രേ മുതൽ പീച്ചാത്തി വരെ നമ്മുടെ കയ്യിലുണ്ട്, ജസ്റ്റ് ഫോർ എ സേഫ്റ്റി. ട്രിപ്പ് ചെറുതാണെങ്കിലും എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ചെറിയൊരു പ്രൗഡ് ഫീലിംഗ് ഒക്കെ ഉണ്ട്. എല്ലാത്തിനും മുമ്പ് ആദ്യം താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ പാരന്റ്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടുമാണ്. അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോണ്ടിച്ചേരി പോയിട്ട് അല്ല ഭ എന്നായിരിക്കും പറയണ്ടാവുക. ഇപ്പോ ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നുണ്ട്. അല്ലെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണല്ലോ ജീവിതാനുഭവങ്ങൾ കൂടുക എന്ന് പറയുന്നത്. ഒരുപാട് പറഞ്ഞു ഞാൻ വെറുപ്പിക്കുന്നില്ല. ഇതോടുകൂടി നമ്മുടെ പോണ്ടിച്ചേരി സീരീസ് ഔദ്യോഗികമായി കഴിഞ്ഞു എന്ന് ഞാൻ അറിയിക്കുന്നു. ഇഷ്ടപ്പെട്ട കൂടെ. സോ ബൈ.